ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. മോദി തൻ്റെ അമേരിക്കൻ പര്യടനത്തിൽ തന്നെയാണ്. അതുമായി ബന്ധിപ്പിച്ച് അസംഖ്യം വാർത്തകളാണ് നമ്മെ തേടിയെത്തുന്നത്. പത്രങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് മലയാളം ഭാഷാ വ്യത്യാസം കൂടാതെ അതിൻ്റെ വിശദാംശങ്ങൾ, ചിത്രങ്ങളടക്കം ധാരാളമായി പ്രസ്തുതം ചെയ്തിട്ടുണ്ട്. മോദി എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പഴയതാവുകയും ചെയ്യും. പഴയ കാര്യങ്ങൾ നടപ്പാക്കിയോ ഇല്ലയോ എന്നതിൻ്റെ ഒരു കണക്കെടുപ്പ് അസാധ്യമാക്കുന്ന രീതിയിലാണ് ഒന്നിനു പിറകെ ഒന്നായി പുതിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 16 മാസമായി ഇന്ത്യയുടെ അനുഭവം അങ്ങനെയാണ്. ഏറിയ കൂറും വിദേശ സഞ്ചാരത്തിനിടയിലാണ് അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇത്തവണയും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. കഴിഞ്ഞ 16 മാസത്തെ അനുഭവം പരിശോധിച്ചാൽ ആദ്യം ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം സ്വച്ഛ് ഭാരത് എന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. സ്വച്ഛ് ഭാരത് എന്ന പദ്ധതിയുടെ ഉള്ളടക്കം എന്നത് ഏറ്റവും ശുചിത്വം നിറഞ്ഞ ഇന്ത്യ എന്ന സങ്കല്പനമാണ്. ശുചിത്വത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ശുചിത്വവുമായി ബന്ധിപ്പിച്ച്, ഹൈജീനിറ്റിയുമായി ബന്ധിപ്പിച്ച് ഒരു ജനതയുടെ സെൻസിബിലിറ്റി രൂപീകരണത്തിൻ്റെ പ്രശ്നമാണ്. അതുവഴി ഉൽപ്പാദന രംഗത്ത് വലിയ ഒരു ശക്തി കടന്നു വരുന്നതിന് നാന്ദി കുറിക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്വച്ഛ് ഭാരത് എന്ന വീക്ഷണം തന്നെ അവതരിപ്പിക്കപ്പെട്ടത്. ആ വീക്ഷണം അവതരിപ്പിച്ചുകൊണ്ട് റോഡ് വക്കിലുള്ള കരിയിലകൾ അടിച്ചു മാറ്റുന്ന മോദിയുടെ ചിത്രം നമ്മുടെ മനോമുകുരത്തിൽ ഇപ്പോഴുമുണ്ട്. സ്കൂളുകളെ കേന്ദ്രീകരിച്ചാണ് സ്വച്ഛ് ഭാരത് എന്ന പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നതെന്ന് നമുക്കറിയാം. സ്കൂളുകളിൽ മൂത്രപ്പുര ഒരുപക്ഷെ 60 വർഷങ്ങളുടെ സ്വാതന്ത്ര്യാനന്തര ജീവിതത്തിന് ശേഷവും സ്കൂളുകളിൽ മൂത്രപ്പുരയില്ലാത്ത ഒരവസ്ഥ ഉള്ള രാജ്യം ഇന്ത്യ മാത്രമായിരിക്കും. കേരളത്തിലും പൂർണ്ണമായും അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഏതായാലും ഇന്ത്യയും കേരളവും താരതമ്യം ചെയ്താൽ സ്വച്ഛ് ഭാരത് പ്രഖ്യാപനത്തിന് ശേഷം സ്കൂളുകളിൽ മൂത്രപ്പുര എന്ന ആശയം നടന്നതേയില്ല കേരളത്തിലെങ്കിലും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുന്ന അവസ്ഥയുണ്ട്. അത് നടക്കാതെ പോവുകയാണ് ചെയ്തത്. എന്ത് സംഭവിച്ചു ആ പദ്ധതിക്ക് എന്നിപ്പോൾ ആരും ശ്രദ്ധിക്കുന്നതേയില്ല. അതിനുശേഷമാണ് അദ്ദേഹം മേക്കിംഗ് ഇൻ ഇന്ത്യ എന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന വീക്ഷണം മുന്നോട്ട് വെച്ചത്. അതിന് കോടികൾ വരുന്ന മൂലധന നിക്ഷേപം വരണം, അത് വിദേശത്ത് നിന്ന് ഒഴുകിയെത്തും എന്ന് അദ്ദേഹം വിദേശ യാത്രകൾക്കിടയിൽ തന്നെ പറഞ്ഞിരുന്നു, അമേരിക്കയടക്കമുള്ള വിദേശ സന്ദർശന ഘട്ടങ്ങളിൽ. എന്നാൽ ഒന്നും ഉണ്ടായില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അധിക്ഷേപിക്കുന്നത്. എത്ര പണം വന്നുവെന്ന് കണക്ക് പറയുക, എന്നിട്ടാകാം അടുത്ത വിദേശയാത്ര എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് വിമർശനം വരുന്നത്. അങ്ങനെ സ്വച്ഛ ഭാരതിന് തൊട്ട് പിറകെ മേക്കിംഗ് ഇന്ത്യയും എവിടെ എത്തിയെന്നറിയാതിരിക്കുമ്പോഴാണ് ഏറ്റവും പുതിയ മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തിയത്, ഡിജിറ്റൽ ഇന്ത്യ എന്ന സങ്കല്പനം ഉയർത്താൻ പാകത്തിൽ സിലിക്കൺ താഴ്വരയിൽ ചെന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് ഉയർത്തിയത്. ഏറ്റവും ഉചിത ഭംഗി നിറഞ്ഞ സ്ഥലം തന്നെയാണത്. പക്ഷേ ഡിജിറ്റൽ ഇന്ത്യ നടപ്പാക്കും, അതും പെട്ടെന്ന് നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഇന്ത്യ മുഴുവൻ ഒരു നെറ്റ്വർക്കിങ്ങിലേക്ക് കൊണ്ടുവരും എന്നതാണ്. അത് വൻതോതിൽ ഇന്ത്യൻ ഉൽപ്പാദന മേഖലയെ വികസിപ്പിക്കുമെന്നത് വ്യക്തമാണ്. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുഴുവനായും ഒരു നെറ്റ്വർക്കിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ബ്രിട്ടനിൽ 85% ആളുകൾ മാത്രമാണ് നെറ്റിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അമേരിക്കയിലാകട്ടെ അത് 70%. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 68ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് അത്തരമൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനെങ്കിലും 2 ദശകങ്ങൾ വേണം, 20 വർഷങ്ങൾ വേണം. അതാണ് ഒന്നിനു പിറകെ മറ്റന്നാൾ നടപ്പാക്കി കളയാമെന്ന നിലയ്ക്കുള്ള സ്വപ്നങ്ങൾ നെയ്യുന്നത് മോദി. അതുകൊണ്ട് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് മാതിരി, സ്വച്ഛ ഭാരത് എന്ന് പറയുന്നത് മാതിരി ഡിജിറ്റൽ ഇന്ത്യയും ഒരു ദിവസം കഴിയുമ്പോൾ നടപ്പാക്കപ്പെടാൻ പോകുന്ന കാര്യമേയല്ല എന്ന് നമുക്കറിയാം. പിന്നീട് ഇത്തവണ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിൽ ഉയർത്തപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വമാണ്. ആ സ്ഥിരാംഗത്വത്തിന് വേണ്ടി ഇന്ത്യയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കും എന്ന് ഒബാമ പറഞ്ഞു. ഒബാമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒബാമയ്ക്ക്
തങ്ങൾക്ക് പിന്തുണ നൽകിയ ഒബാമയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റ് മെസ്സേജ് എന്തായാലും മോദിയും തിരിച്ചു നൽകുകയും ചെയ്തു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നത് മാതിരി, നയതന്ത്ര മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നത് മാതിരി അടുത്ത 15 വർഷത്തേക്കെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ വികസിപ്പിക്കപ്പെടാൻ ഇടയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നടക്കുന്ന കാര്യമല്ല. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അതുമായി ബന്ധിപ്പിച്ചുള്ള സംഭാഷണത്തിലൂടെ വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക, പ്രഖ്യാപനങ്ങൾക്ക് പിറകെ പ്രഖ്യാപനങ്ങൾ എത്ര നടന്നു എന്ന് ആർക്കും അറിയാതിരിക്കുന്നതിനിടയിലൂടെ മോദി ഒരു വലിയ വിഗ്രഹമായി മാറുക എന്ന രീതിയാണ് ഇത്തവണയും അവലംബിക്കപ്പെട്ടത് എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ കേരള കൗമുദിയുടെ ദേശാന്തരം പേജ് കാണുക. മോദിയുടെ സന്ദർശനവുമായി ബന്ധിപ്പിച്ച് നമുക്കിങ്ങനെ വാർത്ത വായിക്കാം. 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതായിരിക്കും, ഈ നൂറ്റാണ്ട് ഇന്ത്യയുടേതായിരിക്കുമെന്നാണ് മോദി സ്വപ്നം കാണുന്നത്. 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതെന്ന് പ്രഖ്യാപിച്ച് തങ്ങളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ സമൂഹം നിറഞ്ഞ ഹർഷാരവത്തോടെയാണ് വരവേറ്റത്. 18,500ഓളം പേരാണ് മോദിയുടെ പ്രഭാഷണം കേൾക്കാനായി സിലിക്കൺ വാലിക്ക് സമീപത്തെ സാൻ ജോസിൽ എത്തിയത് എന്നും ഈ വാർത്ത പറയുന്നു. ഇന്നലെയായിരുന്നു ആ പ്രഭാഷണം. അവിടെയുള്ള ജനതയോട് അല്ലെങ്കിൽ വിദേശ നിവാസികളായ പ്രൊഫഷണലുകളോട് നരേന്ദ്രമോദി പറയുന്നത്, ഇന്ത്യയിലേക്ക് വരൂ, വൻതോതിലുള്ള വികസനം ഇന്ത്യ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ കഴിവുകൾ അതിൻ്റെ നിക്ഷേപമായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വരൂ അമേരിക്കയിലേക്ക് ഇന്ത്യക്കാരോട് മോദി അങ്ങനെയാണ് 18,500 പേര് കൂടിയിരുന്ന ഇന്ത്യക്കാരോട് അദ്ദേഹം പ്രസംഗിച്ചത്. ആ ഭാഗമാണ് മാതൃഭൂമി തരുന്നത്. അതിങ്ങനെയാണ്: ഇന്ത്യയിലെ മിടുക്കന്മാരുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം മൂലം നഷ്ടമായ ഭൗതിക സമ്പത്ത് രാജ്യത്തിന് ഗുണകരമാക്കാനുള്ള സമയമാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 28 മണിക്കൂർ നീണ്ട സിലിക്കൺ വാലി സന്ദർശനത്തിന് സമാപനം കുറിച്ച് സാൻ ഹൊസയിലെ സാബ് സെൻറ്ററിൽ ഇന്ത്യക്കാരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസംഗം 1 മണിക്കൂർ നീണ്ടു. ഇന്ത്യക്കാരെ തിരികെ വരിക, വലിയ നിക്ഷേപത്തിന് നമ്മുടെ രാജ്യം തയ്യാറായിരിക്കുന്നു, നിങ്ങളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കേണ്ടത് അവിടെയാണ് എന്നാണ് അദ്ദേഹം അവിടെ 1 മണിക്കൂർ നീണ്ട സംസാരത്തിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 1.5 വർഷത്തിനുള്ളിൽ ഒബാമയെ കാണുന്ന 3ാമത് തവണ കാണുന്ന നേതാവായി മാറിയിരിക്കുന്നു മോദി. ഒബാമയുമായി ഇന്നലെ കൂടിക്കാഴ്ച അദ്ദേഹം നടത്തുമ്പോൾ 1.5 വർഷത്തിനുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, 3ാമത്തെ തവണ കാണുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറുന്നു. അവരിടയിൽ ചർച്ച നടന്നു. ആ ചർച്ചയുടെ ഉള്ളടക്കം, അതിൻ്റെ ഔട്ട്കം എന്താണ് ചർച്ച ചെയ്തത് എന്ന കാര്യം മാധ്യമം 1ാം പേജിൽ പ്രധാന വാർത്തയായി തരുന്നത് കാണുക. പ്രതിരോധ സഹകരണം വിപുലമാക്കും, മോദിയും ഒബാമയും യോജിച്ചത് അവിടെയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലെ തന്ത്രപരമായ സഹകരണം കൂടുതൽ ദൃഢമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയും തമ്മിൽ നടത്തിയ കൂടിയാലോചനയിൽ ധാരണയായി. സുരക്ഷ, തീവ്രവാദം നേരിടൽ, പ്രതിരോധം, സാമ്പത്തികം, കാലാവസ്ഥാ വ്യതിയാനം എന്നീ മേഖലകളിലെ സഹകരണമാണ് മുഖ്യമായും വിപുലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 തവണയും ഏകദേശം പ്രതിരോധവും ഭീകരവാദ വിരുദ്ധ നിലപാടുകളും ഒക്കെ തന്നെയായിരുന്നു 2 രാജ്യങ്ങളുടെയും പൊതുവായ അജണ്ട എന്ന കാര്യം മറക്കരുത്. ഇത്തവണയും അങ്ങനെ തന്നെ. മോദി ആദ്യമായി അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് അത് വലിയൊരു ആഘോഷമായിരുന്നു എങ്കിൽ 3ാമത് തവണ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ മോദി എത്തുമ്പോൾ കാണുക, മോദിയുടെ സന്ദർശനം അറിഞ്ഞ മട്ടില്ല അമേരിക്കൻ മാധ്യമങ്ങൾക്ക്. അത് വലിയ വിരുന്നാക്കി മാറ്റിയത് ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ തികഞ്ഞ നിശബ്ദതയാണ് മോദി സന്ദർശനത്തിന് നൽകിയിരിക്കുന്നത് എന്ന് പൊതുവിശേഷം പേജിൽ ദീപിക പറയുന്നു. കാണുക, മോദിയുടെ സന്ദർശനം അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ അമേരിക്കൻ മാധ്യമങ്ങൾ. പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ US സന്ദർശനം പോലെ നരേന്ദ്രമോദിയുടെ 2ാം US സന്ദർശനവും ഇന്ത്യൻ മാധ്യമങ്ങൾ തകർത്താഘോഷിക്കുമ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് അതറിഞ്ഞ മട്ടില്ല. അമേരിക്കയിലെ പ്രധാന പത്രങ്ങളുടെ 1ാം പേജുകളിലൊന്നും ഒറ്റക്കോളം വാർത്ത പോലുമായി മോദിയുടെ അമേരിക്കൻ സന്ദർശനം എത്തിയില്ല. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനം അവിടെ വലിയ വാർത്തയായി പരിണമിക്കുകയും ചെയ്തു. ആവർത്തിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ വലിയ താൽപ്പര്യം അമേരിക്കൻ പത്രങ്ങൾക്ക് ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയാതെ പറയുന്നത്.
UN ആസ്ഥാനത്ത് മോദിക്കെതിരെ പ്രകടനം നടന്നു എന്ന വാർത്തയാണ് ദേശാഭിമാനി ഇന്ത്യ ലോകം പേജ് തരുന്നത്. മോദിക്കെതിരെ പ്രകടനം നടന്നു എന്നതല്ല, മറിച്ച് ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യൻ വംശജരുടെ അനുയായികളാണ് മോദിക്കെതിരെ UN ആസ്ഥാനത്തിന് പുറത്ത് പ്രകടനം നടത്തിയത്. അദ്ദേഹത്തിനെതിരായി ആ വാർത്ത ദേശാഭിമാനി സചിത്രമായി തന്നെ തരുന്നു. മോദിക്കെതിരെ UN ആസ്ഥാനത്ത് പ്രതിഷേധം. UN ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സിഖ് പട്ടേൽ സമുദായക്കാരുടെ പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടരവെ പ്രതിഷേധവുമായി എത്തിയ ഇവർ UN ആസ്ഥാനത്തിന് പുറത്ത് പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഇരുവിഭാഗവും തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്ന ജനവിഭാഗമാണ് ഇന്ത്യയിൽ. വിദേശത്ത് ഒരവസരം കിട്ടിയപ്പോൾ അവർ പ്രതിഷേധിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. മോദിയുടെ വിദേശ യാത്രകൾക്ക് കോടികളാണ് ചിലവഴിക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ നേതാവ് ആനന്ദ് ശർമ്മ പരാതിപ്പെട്ടിരിക്കുന്നു. 200 കോടി രൂപയാണ് അതിനുവേണ്ടി ഇതുവരെ ചെലവാക്കിയത്. മോദി ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ അവിടെ പൊതുവിൽ അവിടെയുള്ള ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യണമെന്ന പദ്ധതി ഇടുന്ന പക്ഷം ആദ്യം തന്നെ കുറേ ആൾക്കാരെ അയക്കുകയും അവർ അത്തരമൊരു സമ്മേളനത്തിന് ഉള്ള തറ ഒരുക്കം നടത്തുകയും ചെയ്യും. നൂറുകണക്കിന് RSS വാളണ്ടിയർമാരാണ് ഇത്തരം കാര്യങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ആനന്ദ് ശർമ്മ ആക്ഷേപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മോദി പലപ്പോഴും പുറം രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയെ നാണം കെടുത്തുന്ന രീതിയിൽ നാടകം കളിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഷോമാനെ പോലെയാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ആനന്ദ് ശർമ്മയുടെ ആ ആക്ഷേപത്തിന് ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ നരേന്ദ്രമോദിയുടെ ദൃശ്യമാധ്യമങ്ങളിലെ പ്രകടനം കാണുമ്പോൾ അത് ഏകദേശം ശരിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ആനന്ദ് ശർമ്മ വിശദീകരിക്കുന്നത് കാണുക. മോദി എന്ന പ്രധാനമന്ത്രി മുൻപ് ചായ വിറ്റ് നടന്നിട്ടേയില്ല എന്നാണ് ആനന്ദ് ശർമ്മ പറയുന്നത്. അതുകൊണ്ടും തീർന്നില്ല. സ്വന്തം അമ്മ അയൽപക്കത്ത് പാത്രം കഴുകി, ആ പാത്രം കഴുകി കിട്ടിയ തുച്ഛമായ വരുമാനത്തിലാണ് തങ്ങളെ പുലർത്തിയത് എന്ന് മോദി കഴിഞ്ഞ തവണ സിലിക്കൺ വാലിയിൽ പോയി കണ്ണ് നനഞ്ഞ് സംസാരിച്ചത് പച്ചക്കള്ളമായിരുന്നു എന്നും ആനന്ദ് ശർമ്മ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ആ അമ്മയുടെ ജീവിതത്തിലില്ല. ഇതൊക്കെ വികാരഭരിതമായ നാടക പ്രകടനങ്ങൾ മാത്രമാണ്, അല്ലാതെ സത്യസന്ധമായ കാര്യങ്ങളെയല്ല എന്ന് ആനന്ദ് ശർമ്മ പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു, പ്രത്യേകിച്ച് വിദേശത്ത് അദ്ദേഹം നടത്തുന്ന പ്രകടനങ്ങളുടെ പേരിൽ. അതുകൊണ്ട് തന്നെ ഈ ആക്ഷേപം വളരെ പെട്ടെന്ന് തീരും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. കാണുക, ചെറുപ്പത്തിൽ ചായ വിറ്റ് ഉപജീവനം കഴിച്ചു എന്നും മക്കളെ പോറ്റാൻ തൻ്റെ അമ്മ അയൽവീടുകളിൽ പാത്രം കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തട്ടിവിടുന്നത് കളവാണ് എന്ന് കോൺഗ്രസ്. ഇതിൻ്റെ പേരിലുള്ള വികാര പ്രകടനങ്ങൾ വെറും നാടകമാണ്. മോദിയുടെ വിദേശയാത്രകൾ ആഘോഷമാക്കി മാറ്റാൻ കണക്കിൽപ്പെടാതെ കോടികൾ ചിലവഴിക്കുന്നതിനെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പാർട്ടി വക്താവ് ആനന്ദ് ശർമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വികാരപരമായ നാടകം കളിക്കുന്നു, ഷോമാനിസം പ്രയോഗിക്കുന്നു എന്നൊക്കെയാണ് അതേ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആക്ഷേപം. ആ വാർത്തയാണ് മാധ്യമം പൊതുവൃത്താന്തം പേജിൽ ഇന്ന് നമുക്ക് എത്തിച്ചു തരുന്നത്. മോദി പ്രസംഗിക്കുന്നതിനിടയിൽ ഗൗരവതരമായ കണക്കിൻ്റെ പിശക് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യമാണ് മലയാള മനോരമ കൃത്യമായി കണ്ടുപിടിച്ച് നമ്മോട് റിപ്പോർട്ട് ചെയ്യുന്നത്. കണക്ക് പിശകി മോദിക്കെതിരെ കോൺഗ്രസ് ആ ആക്ഷേപവും ഉന്നയിച്ചിരിക്കുന്നു. വർത്തമാനം പുറത്ത് മലയാള മനോരമ ഒരു ചെറിയ വാർത്തയായാണെങ്കിലും അത് തരുന്നുണ്ട്. അതിങ്ങനെയാണ്: വിദേശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കണക്ക് തെറ്റി. ഇന്ത്യ $8 ലക്ഷം കോടി മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയാണെന്നാണ് അദ്ദേഹം US-ൽ അവകാശപ്പെട്ടത്. അത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ മൂല്യത്തേക്കാൾ കൂടുതലാണ്. യഥാർത്ഥത്തിൽ $2.5 ലക്ഷം കോടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. അങ്ങനെ ഒരു തെറ്റ്, ഫാക്ച്വൽ എറർ, വസ്തുതാപരമായ തെറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പൊതുസമ്മേളനത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനോരമ ആക്ഷേപിക്കുന്നത്. കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് സഹായികളിൽ നിന്ന് ശരിയായ സമയത്ത് ശരിയായ കണക്കുകൾ ലഭിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ഉറപ്പുവരുത്തേണ്ടതാണ് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഇതിനോടുള്ള പ്രതികരണം. ആര് നോക്കുന്നു കണക്കുകൾ? എല്ലാ കാര്യങ്ങളും ഗംഭീരമായി എന്ന് ഉത്സവ പ്രതീതിയോടെ മുന്നോട്ടു പോകണമെന്ന് മാത്രമായിരിക്കും
മോദി ആഗ്രഹിക്കുന്നത് ഏതായാലും സ്വച്ഛ ഭാരതത്തിന് തൊട്ട് പിറകെ മേക്കിംഗ് ഇന്ത്യ, അതിനു പുറകെ ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ അതിമനോഹരമായ വാക്കുകൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഗൗരവതരമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ 16 മാസങ്ങളായി മോദിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ വിദേശയാത്രയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒടുവിൽ നാസ പറയുന്നത് ചൊവ്വയിൽ ജലമുണ്ട് എന്നാണ്. ജലം എവിടെയുണ്ടോ അവിടെ ജീവനുമുണ്ട്. അങ്ങനെ ജീവനുള്ള പുതിയ ഒരു ഗ്രഹം കൂടി കണ്ടെത്തപ്പെട്ടിരിക്കുന്നു എന്ന അതിമനോഹരമായ, ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് മനുഷ്യന് അവൻ്റെ സഹോദരനെ കണ്ടെത്താനുള്ള സ്വപ്നതുല്യമായ പ്രതീക്ഷ പുലർത്താൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പാകത്തിലുള്ള വാർത്തയാണ് ശാസ്ത്രലോകം അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ദേശാഭിമാനി അതുകൊണ്ട് തന്നെ അത് ലീഡ് വാർത്തയാക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. ആ ലീഡ് വാർത്ത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വാർത്തയായിരിക്കും. ചൊവ്വയിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ടിരിക്കുന്നു എന്ന് നാസ പറയുമ്പോൾ അത് ജീവജലം തന്നെയാണ്, ജീവൻ ദാനിയാണ് ജലം എന്ന് നമുക്കറിയാം. ചൊവ്വയിൽ ജീവജലം, ദേശാഭിമാനിയുടെ ലീഡ് അങ്ങനെയാണ്. ഇനി അന്വേഷണം ജീവൻ തേടി. ഓർബിറ്റർ ചിത്രങ്ങൾ നിർണായകമായി. ദ്രാവകത്തിന് ലവണ സ്വഭാവം. ജീവൻ്റെ നീർച്ചാലുകൾ എന്ന നിലയ്ക്ക് ഒരു ചിത്രത്തിന് ശീർഷകവും നൽകിയിരിക്കുന്നു ദേശാഭിമാനി. ചൊവ്വാഗ്രഹത്തിൽ ജലസാന്നിധ്യം നാസ സ്ഥിരീകരിച്ചു. അതിനിർണായകമായ ഈ കണ്ടെത്തലോടെ ചൊവ്വയിൽ ജീവൻ്റെ സാന്നിധ്യത്തിനുള്ള സാധ്യതയേറി. നാസയുടെ ചൊവ്വ പരിവേക്ഷണ വാഹനമായ ഓർബിറ്റർ പകർത്തിയ ചിത്രങ്ങൾ അപഗ്രഥിച്ചാണ് ജലസാന്നിധ്യം സ്ഥിരീകരിച്ചത് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും സ്വപ്ന പ്രതീക്ഷ ഉയർത്തുന്ന ഒരു സ്ഥിരീകരണം നാസയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അത് പുതിയ ഒരു സാഹചര്യത്തിലേക്ക്, സാധ്യതയിലേക്ക് നമ്മുടെ പരിവേക്ഷണങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഒപ്പം തന്നെ ആസ്ട്രോസാറ്റിൻ്റെ വിക്ഷേപണത്തെ സംബന്ധിച്ച വിജയകരമായ വാർത്തയും ഇന്ന് പത്രത്താളുകളിലൂടെ നമ്മെ തേടി എത്തുന്നുണ്ട്. മംഗളം എന്ന പത്രം ആ വാർത്തയാണ് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. ആസ്ട്രോസാറ്റ് വിക്ഷേപണം വിജയം, നക്ഷത്രങ്ങളെ തൊടാൻ ഇന്ത്യ എന്ന അതിമനോഹരമായൊരു ശീർഷകമാണ് ആ വാർത്തയ്ക്ക് മംഗളം നൽകുന്നത്. കാണുക. ഇന്ത്യയുടെ പ്രഥമ വാന നിരീക്ഷണ ഉപഗ്രഹം ആസ്ട്രോസാറ്റ് വിക്ഷേപണ വിജയം. ചന്ദ്രയാനിലൂടെ ചന്ദ്രനെയും മാർസ് ഓർബിറ്റിലൂടെ ചൊവ്വയെയും അടുത്തെറിഞ്ഞ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ആസ്ട്രോസാറ്റിലൂടെ പുതിയ ചുവട് ഉറപ്പിച്ചു. ഈ പേടകത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ത്യയിലെ സർവകലാശാലകൾക്ക് ലഭ്യമാകും. ശാസ്ത്രസ്നേഹികളായ വിദ്യാർത്ഥികൾക്കും ആസ്ട്രോസാറ്റ് നിരീക്ഷണങ്ങൾക്കായി കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ പരിവേക്ഷണ രംഗത്ത്, ബഹിരാകാശ പരിവേക്ഷണ രംഗത്ത് പുതിയ ഒരു നാഴികക്കല്ല് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മംഗളം ഈ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. അങ്ങനെ 2 വിജയങ്ങളുടെ വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് ബഹിരാകാശ രംഗത്ത് നിന്ന് എത്തിച്ചു തരുന്നത്. കേരളത്തിൽ മെഡിക്കൽ സീറ്റ് ഒന്നിന് 70 ലക്ഷം രൂപ വരെ ലേലം വെച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പത്രലോകം നമുക്ക് ഇന്ന് തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഈ സീറ്റ് ലഭിക്കുന്നതിന് മെറിറ്റ് ആവശ്യമേയില്ല. ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാതെ തന്നെ ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ 70 ലക്ഷം രൂപ മുടക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സീറ്റ് തരപ്പെടുത്താം എന്ന അവസ്ഥയിലേക്ക് ഗതികെട്ടിരിക്കുന്നു. പാതാളത്തോളം താണിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗം. മാതൃഭൂമി ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക. അഖിലേന്ത്യാ മെഡിക്കൽ സീറ്റുകളിൽ അട്ടിമറിക്ക് നീക്കം. പ്രവേശനത്തിൽ ജെയിംസ് കമ്മിറ്റിയുടെ വിലക്ക്. TG ബേബിക്കുട്ടി ആ വാർത്ത മാതൃഭൂമിയിൽ ലീഡാക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൗതുകകരമാണ്. അതിലേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പ് മറ്റൊരു ചെറിയ പരസ്യ ഇടവേള കൂടി. ക്ഷമിക്കണം, മറ്റൊരു പരസ്യ ഇടവേളയില്ല. വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. MBBS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ മെറിറ്റ് ലിസ്റ്റ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ അട്ടിമറിക്കുന്ന വാർത്തയാണ് മാതൃഭൂമി ലീഡിലൂടെ തരുന്നത്. പ്രവേശനത്തിന് ജെയിംസ് കമ്മിറ്റിയുടെ വിലക്ക് വന്നിരിക്കുന്നു. അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയുടെ മെറിറ്റ് ലിസ്റ്റ് അവഗണിച്ച് പ്രവേശനം നൽകാനുള്ള കോളേജുകളുടെ നീക്കം ജെയിംസ് കമ്മിറ്റി വിലക്കി. അതേസമയം ജെയിംസ് കമ്മിറ്റിയുടെ ഇടപെടലിനെതിരെ ചില കോളേജുകൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ മെഡിക്കൽ കൗൺസിൽ അനുമതിയില്ലാതിരുന്ന 6 കോളേജുകളിലും കോടതി അനുമതി നൽകിയതോടെ പ്രവേശന നടപടികൾ അവിടെയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ലേലം വിളി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മറ്റൊരു ഭാഷയിൽ പറയേണ്ടത്. കാസർഗോഡ് ജില്ലയിൽ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ വലിയ ബാങ്ക് കവർച്ചയുടെ വാർത്ത മലയാള മനോരമ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. സ്ട്രോങ് റൂമിൻ്റെ തറ താഴത്തെ നിലയിൽ നിന്ന് തുരന്ന് 7.5 കോടിയുടെ ബാങ്ക് കൊള്ള നടത്തിയ വാർത്ത മനോരമ ലീഡാക്കുമ്പോൾ 2007 ഡിസംബർ 30 ചേലമ്പ്രയിൽ, മലപ്പുറത്തെ ചേലമ്പ്രയിൽ സംഭവിച്ച അതേ മാതൃക പിന്തുടരുന്ന ഒരു കൊള്ള സംഭവമാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന നിരീക്ഷണവും മനോരമ മുന്നോട്ട് വച്ചിരിക്കുന്നു. കാണുക. കവർച്ച കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലെ വിജയ ബാങ്ക് ശാഖയിൽ. കൊള്ളക്കാർ ബാങ്കിൻ്റെ താഴത്തെ നിലയിലെ കടമുറികളെല്ലാം ഒന്നിച്ച് വാടകയ്ക്കെടുത്താണ് ആസൂത്രണം ചെയ്തത്. ജില്ലയിൽ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ വൻ ബാങ്ക് കവർച്ചയാണ് ഇത്. ചെറുവത്തൂർ ടൗണിൻ്റെ മധ്യത്തിലുള്ള വിജയ ബാങ്കിൽ വൻ കവർച്ച. സ്ട്രോങ് റൂമിൻ്റെ കോൺക്രീറ്റ് തറ തുരന്ന് 7.5 കോടി രൂപ വിലമതിക്കുന്ന 20 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങളും 3 ലക്ഷം രൂപയും കവർന്നു. 2007 മലപ്പുറം ചേലമ്പ്രയിൽ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ നടന്ന വൻ കവർച്ചയുടെ മാതൃകയിലാണ് ചെറുവത്തൂരിലും കവർച്ച. കെട്ടിടത്തിൻ്റെ 1ാം നിലയിലുള്ള ബാങ്കിൻ്റെ സ്ട്രോങ് മുറിയിലേക്ക് തൊട്ടു താഴെയുള്ള കടമുറിയിൽ നിന്ന് തുരന്നു കയറിയാണ് കവർച്ച. സംഭവത്തിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്നയാളിനെക്കുറിച്ച് വിവരം ലഭിച്ചതായി അന്വേഷണ സംഘം വെളിപ്പെടുത്തി. ഒരു മാസത്തിനിടെ 2ാം തവണയാണ് ജില്ലയിൽ വൻ ബാങ്ക് കവർച്ച നടക്കുന്നത് എന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മാതൃഭൂമി പറയുന്നു. മനോരമ പറയുന്നു. തോട്ടം പണിമുടക്ക് ഇന്ന് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയുടെ യോഗമുണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം യോഗം കൂടിയെങ്കിലും 500 രൂപ മിനിമം വേജസ് 500 രൂപ എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ കഴിഞ്ഞ ദിവസം 26-ാം തീയതി നടന്ന യോഗത്തിൽ തൊഴിലാളി പ്രതിനിധികളും അതുപോലെ മാനേജ്മെൻറ്റും സർക്കാരുമാണ് പങ്കെടുത്തത് എങ്കിൽ തൊഴിലാളി പ്രതിനിധികൾക്ക് തൊഴിലാളികളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. സമരം ചെയ്ത തൊഴിലാളികൾ പടിക്ക് പുറത്ത് നിർത്തിയാണ് ചർച്ച ചെയ്തത്. ഒടുവിൽ അവർക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ പുതുപ്പള്ളി വരെ പോകേണ്ടി വന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈമുത്തി ഇത്തവണയും പരാതികൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഇന്ന് 29-ാം തീയതി ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമെന്ന പ്രത്യാശ മുഖ്യമന്ത്രി പുലർത്തിയിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് സമരം തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോഴും പടിക്ക് പുറത്ത് തന്നെയാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ നിൽക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത്. എങ്കിലും ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള പണിമുടക്ക് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പൊമ്പിള ഒരുമൈ അതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും. ചന്ദ്രിക എന്ന പത്രം ആ വാർത്ത 1-ാം പേജിലാക്കിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഇടപെടലടക്കമുള്ള വാർത്ത കാണുക. തോട്ടം തൊഴിലാളികളുടെ കൂലി വർധനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ചർച്ച ചെയ്യാൻ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ഇന്ന്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി കൂടി ചർച്ചയിൽ പങ്കെടുക്കണമെന്ന സ്ത്രീ തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഉമ്മൻചാണ്ടി യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനം ഉറപ്പ് എന്നാണ് പറയാതെ ഈ വാർത്തയിലൂടെ പത്രങ്ങൾ പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധിപ്പിച്ച് വിളപ്പിൽ ശാലയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നു. മറ്റ് വിഭാഗം ജനതയുടെ മാലിന്യങ്ങൾ തള്ളുന്ന മാലിന്യക്കുണ്ടായി ഞങ്ങളുടെ നാടിനെ മാറ്റാനാവില്ല എന്ന് വിളപ്പിൽ ശാലയിലെ മുഴുവൻ ആളുകൾ ഒന്നിച്ചു നിന്ന് പ്രക്ഷോഭം നടത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ തിട്ടൂരം പോലും അവിടെ വിലപ്പോയില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ വന്നപ്പോൾ മാലിന്യ നിമജ്ജനം ഒരു പ്രശ്നമായി. വിളപ്പിൽ ശാല മാത്രമല്ല, ലാലൂര് അത് ഏറ്റെടുത്തു. ഏതായാലും കേരളം മുഴുവൻ അതൊരു പ്രശ്നമായി. അങ്ങനെ മാലിന്യ നിമജ്ജനത്തിൽ നിന്ന് തന്നെ സർക്കാർ പിൻവാങ്ങിയപ്പോൾ മാലിന്യം ജനങ്ങൾ തോന്നിയ പോലെ തെരുവിൽ വിതരണം ചെയ്തു. അങ്ങനെ തെരുവുകളിൽ കുന്നുകൂടി മാലിന്യം. ആ മാലിന്യം തിന്ന് വളർന്ന നായ്ക്കളുണ്ടല്ലോ, ആ നായ്ക്കളെ ആദ്യം മാലിന്യം എന്ത് ചെയ്യണമെന്നായിരുന്നു നമ്മൾ ആലോചിച്ചത്. എങ്കിൽ ഇതാ ഇന്ന് പുതിയ പ്രശ്നം വന്നിരിക്കുന്നു, തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യണം. ആ അർത്ഥത്തിൽ മാലിന്യ നിമജ്ജനം കഴിയാതിരുന്ന സർക്കാർ തന്നെയാണ് തെരുവ് നായ്ക്കളുടെ ഭീഷണിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഡോക്ടർ യു നന്ദകുമാർ ഗൗരവതരമായൊരു ലേഖനം മാധ്യമത്തിൻ്റെ എഡിറ്റ് പേജിൽ ഇന്ന് നന്നായി എഴുതിയിരിക്കുന്നു. അതിങ്ങനെയാണ്: ഒരു പ്രദേശത്ത് നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും മനുഷ്യരുമായി സംഘടനമുണ്ടാകുകയും ചെയ്താൽ അതൊരു പ്രശ്നം തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേവിഷബാധ മൂലം മരിക്കുന്നവർ ഇന്ത്യയിലാണ് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നു.
ഇതിലാകട്ടെ 40% 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളും. കേരളത്തിൽ 2013 88,172 നായകടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2015 1.19 ലക്ഷവും 2015 ജൂൺ 1 വരെ 47,712 നായകടികളുമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യണമെന്ന സിദ്ധാന്തത്തിന് ആക്കം കൂടിയത്. നായ്ക്കളെ കൊല്ലുക എന്നത് എളുപ്പമല്ല. ഒരു വർഷം 10,000 നായ്ക്കളെ കൊല്ലണമെങ്കിൽ അതിൻ്റെ മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്നതിന് മാലിന്യ സംസ്കരണ പ്രസ്ഥാനങ്ങൾ നിലവിലില്ലാത്ത പ്രദേശങ്ങളിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുകയില്ലേ? വീണ്ടും മാലിന്യത്തിലേക്ക് വരുന്നു. മാലിന്യം, നായകൾ, തെരുവ് നായകൾ, അവരുടെ ആക്രമണം. ഇതാ വീണ്ടും മാലിന്യം ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ ചുറ്റിത്തിരിയുന്നു. ആ കാര്യം, ആ ഗതികേടിലാണ് മലയാളികളെന്ന് ഡോക്ടർ യു നന്ദകുമാർ ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ആകാശത്ത് മുഴുനീള പൂർണ്ണചന്ദ്രൻ, താഴെ ജലാശയത്തിൽ അതിൻ്റെ പൂർണ്ണ പ്രതിബിംബം. അതിമനോഹരമായിരിക്കും ഈ കാഴ്ച. വർഷങ്ങൾക്കിടയിൽ മാത്രം സംഭവിക്കുന്ന ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അടുത്ത് വരുന്ന സൂപ്പർ മൂൺ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ആ സൂപ്പർ മൂണുമായി ബന്ധിപ്പിച്ച് അനന്യമായ അതിമനോഹരമായ ഒരു ദൃശ്യം ഇതാ. ഇത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലായി പൂർണ്ണ ശോഭയോടെ ചന്ദ്രൻ പ്രകാശിക്കുന്നു. പത്മതീർത്ഥത്തിൽ അതിൻ്റെ പ്രതിഫലനവും ഒറ്റ ഷോട്ടിൽ മെട്രോ മനോരമ നമുക്കിന്ന് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണമേ. നൈസ് ഡേ.